അങ്ങനെ ഞാനും ഒരു മൈക്ക് മേടിച്ചു. ഇതാണ് സാധനം, ലാർക്ക് M2S കോംബോ. ഇതാണ് വേൾഡ് സ്മോളസ്റ്റ് മൈക്ക് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ആൻഡ് ഇത് മേടിച്ചത് ആബ് വേൾഡിൻ്റെ കുവൈറ്റ് സ്റ്റോറിൽ നിന്നാണ്. ഇവിടെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് മൈക്ക് അവൈലബിൾ ആണ്. അവിടുന്ന് ലൈവായിട്ട് നമുക്ക് ഓഡിയോ ക്വാളിറ്റി ചെക്ക് ചെയ്യാം. ആൻഡ് ദ സർവീസ് ഈസ് ഗുഡ്. പിന്നെ ഒന്നും നോക്കിയില്ല, 35 KD അങ്ങ് എറിഞ്ഞ് സാധനം ഇങ്ങനെ മേടിച്ചു. ഇനി ഇതിൻ്റെ അൺബോക്സിങ് നോക്കാം. അതിനു മുമ്പ് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ, ഇൻ ഫ്യൂച്ചർ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ആദ്യം ഒരു തിൻ ലെയർ കവറിംഗ് ഉണ്ട്. ഈ ഹാങ്ങിങ് എനിക്കിഷ്ടമായി, എവിടെയും തൂക്കി പിടിച്ച് പോകാലോ. യൂസ്ലെസ്. ഇതാണ് മെയിൻ ബോക്സ്. ഇത് തുറക്കാൻ ഞാൻ യൂട്യൂബ് നോക്കി പഠിച്ചുകൊണ്ട് കുഴപ്പമില്ല. ബോക്സ് ഓപ്പൺ ചെയ്താൽ ഫസ്റ്റ്ലി വി ഗെറ്റ് കൊച്ചു ബുക്ക്. ഇതിലാണ് വാറണ്ടി കാർഡും യൂസർ മാനുവൽസും ഒക്കെ വരുന്നത്. ആൻഡ് ദിസ് ഈസ് ചാർജിങ് കേസ്. ലെറ്റ്സ് ഓപ്പൺ ദിസ്. ഇതാണ് ക്യാമറ റിസീവർ. സംഭവമൊന്നുമില്ല, ക്യാമറ യൂസ് ചെയ്ത് റെക്കോർഡ് ചെയ്യാനുള്ള റിസീവർ. ഇത് തിരിച്ചുകൊണ്ട് വോളിയം അഡ്ജസ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് ഈസ് USB-C ടൈപ്പ് റിസീവർ. ആൻഡ് ഫൈനലി ദിസ് ഈസ് ദ സ്മോളസ്റ്റ് വയർലെസ് മൈക്ക്. ഈ ഓറഞ്ച് കാണുന്നത് പവർ ബട്ടൺ ആൻഡ് നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആൻഡ് ഓഫ് ബട്ടൺ ആണ്. ഇതിൽ 2 മൈക്ക് വരുന്നുണ്ട്. ഇതിൽ സിംഗിൾ മൈക്ക് മാത്രമുള്ള പാക്കും അവൈലബിൾ ആണ്. ഓൾസോ നിങ്ങൾ മൊബൈൽ ഫോൺ മാത്രം യൂസ് ചെയ്ത് റെക്കോർഡ് ചെയ്യുന്ന ആളാണെങ്കിൽ അതിൻ്റെ റിസീവർ മാത്രമുള്ള പാക്കും അവൈലബിൾ ആണ്. ഇനിയാണ് എന്നെ ഏറ്റവും ഇംപ്രസ് ചെയ്ത സെക്ഷൻ. ലെറ്റ്സ് ഡൈവ് ഇൻ ടു ദിസ്. ഇതിൽ നിങ്ങൾക്കൊരു പൗച്ച് ലഭിക്കും. ഫസ്റ്റ്ലി Type-C കേബിളാണ് വരുന്നത്. നെക്സ്റ്റ് ഈസ് 3.5 mm TRS കേബിളാണ്. ഇത് ക്യാമറയ്ക്ക് റിസീവർ കണക്ട് ചെയ്യാനാണ്. ഇത് ലൈറ്റ്നിങ് റിസീവർ ഫോർ ഐഫോൺസ് ബിലോ 14. നെക്സ്റ്റ് ഈസ് പൂച്ചഡൗൺ പോലത്തെ ഫറി വിൻഷീൽഡ്. കാറ്റുള്ള സ്ഥലത്ത് നിന്ന് റെക്കോർഡ് ചെയ്യുമ്പോൾ ഇത് യൂസ് ചെയ്താൽ ഒരു പരിധി വരെ ഓഡിയോ ക്ലാരിറ്റി കിട്ടും. ഇനി നമുക്ക് ഓഡിയോ ക്ലാരിറ്റി ചെക്ക് ചെയ്യാം. അപ്പൊ ഇതാണ് ലാർക്ക് M2S. വളരെ ചെറുതാണിത്. പിന്നെ അത് മാത്രമല്ല ഇതിനെ കൊണ്ട് നമുക്ക് ASMR വീഡിയോസ് എല്ലാം ചെയ്യാൻ പറ്റും. ലെറ്റ്സ് ഗോ. എനിക്കിതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഇതിൻ്റെ കോമ്പാക്ട്നെസ് ആണ്. വളരെ ചെറുതാണ്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ചാർജിങ് ബാക്കപ്പ്. 30 hours ബാക്കപ്പ് ചാർജിങ് കേസിനും 9 hours കണ്ടിന്യൂസ് യൂസ് മൈക്കിനും കിട്ടും. ഓൾസോ 300 മീറ്ററോളം ഇതിന് ട്രാൻസ്മിഷൻ പവർ ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ലാർക്ക് M2S കോംബോനെ കുറിച്ച് പറയാനുള്ളത്. സോ ബൈ.